നമസ്കാരം. സാഫിർജൻ EXന്റെ പുതിയ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രാക്ടീസ് വർക്ക് ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് വർക്ക് ബുക്കിലെ സ്കൈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു വർക്കാണ് നമ്മൾ ചെയ്തിരുന്നത്. ഈ ഒരു വർക്കിൽ നമ്മൾ പാർട്ട് 4 വരെ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. ഇനി പാർട്ട് 5 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 4 നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് 9/2/2019 എന്ന് കാണിക്കുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. അതിനുശേഷം ഇന്ന് നമ്മൾ പാർട്ട് 5 ഉൾപ്പെടുത്താൻ പോകുന്നത് 10 മുതൽ നടക്കുന്ന ട്രാൻസാക്ഷനാണ്. അതിൻ്റെ അവസാന ഘട്ടം വരെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. അതായത് ഈ പാർട്ട് 5 കൂടി ഈ ഒരു വർക്കിലെ അതായത് സ്കൈ ഇലക്ട്രോണിക്സ് എന്ന വർക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള പാർട്ടുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാക്ടീസ് വർക്ക് ബുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. ഈ വർക്ക് ബുക്കിലെ കംപ്ലീറ്റ് വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മൾ അവസാന ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള മുൻപുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുക. അത് ഓരോന്നും കണ്ട ശേഷം നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് വർക്ക് ബുക്കിൻ്റെ തന്നെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ GSCയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സ്കൈ ഇലക്ട്രോണിക്സിനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിന് 9/2/2019 വരെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 10/2/2019 നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കാം. കമ്പ്യൂട്ടർ തന്നിട്ടുണ്ട് അല്ലേ. കമ്പ്യൂട്ടർ നമുക്ക് 20 അതായത് ഫ്രിഡ്ജ് 12, TV 15, ഇത്രയും ഐറ്റംസ് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. കമ്പനിയുടെ പേര് സോണിക് കമ്പനിയാണ്. ബിൽ നമ്പർ 118 ആണ്. അപ്പോൾ ഇവരുമായിട്ട് നമ്മളൊരു പർച്ചേസ് നടക്കാൻ പോകണം. അതിൽ GSTയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരുന്നു. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പോലെ പർച്ചേസ് എടുക്കുന്നു അല്ലേ. പർച്ചേസ് എടുത്ത ശേഷം നമ്മൾ ബിൽ നമ്പർ 118 കൊടുക്കുന്നു. ഇനി നമ്മൾ സോണിക് കമ്പനി എന്ന് പറഞ്ഞിട്ട് Alt+C അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. സോണിക് കമ്പനി അണ്ടർ സൺട്രി ക്രെഡിറ്റർ ആണല്ലോ അല്ലേ. പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും സൺട്രി ക്രെഡിറ്റർ ആണ്. അപ്പോൾ അത് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഇവിടെ എന്തായാലും കൊടുക്കുക വേണം. നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നേരെ എൻ്റർ ചെയ്ത ശേഷം ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടെ കൊടുക്കേണ്ടത് പർച്ചേസ് എന്നാണ്. ഇനി ഓരോ ഐറ്റംസും നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ഐറ്റം കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഐറ്റം ഞാൻ കൊടുക്കുന്നു. നോട്ട് അപ്ലിക്കബിൾ ഒക്കെ കൊടുത്ത ശേഷം ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് നമ്മൾ 20 ഓക്കെ 20 കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇവിടെ 15,000 വരും. നമുക്കിവിടെ മാറ്റി കൊടുക്കാം. 12,000 ആക്കി കൊടുക്കാനുണ്ടാവും. ഓക്കെ. നമുക്ക് തന്നിട്ടുള്ള 12,000 12,000 കൊടുത്തു. ഇനി അടുത്ത ഐറ്റം ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഐറ്റമാണ്. ഓക്കെ. ഫ്രിഡ്ജ് നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര എണ്ണമാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഫ്രിഡ്ജിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് 12 ആണ്. 12 കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 18,000 ആണ്. ഇപ്പോൾ 18,000 ഇവിടെ കൊടുത്തു. നേരെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് TV ആണ്. TV എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കൊടുക്കുന്നു. TV നമ്മൾ കൊടുത്ത ശേഷം ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് നമുക്ക് 15 ആണ് തന്നിട്ടുള്ളത്. റേറ്റ് വന്നിട്ടുള്ളത് 3,500 ആണ്. ഇവിടെ റേറ്റും 5,000 കണ്ടിരുന്നു. ഇവിടെ 3,500 നമ്മൾ കൊടുക്കുന്നു. നേരെ എൻ്റർ ചെയ്യുക. ഓക്കെ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ റേറ്റ് അഥവാ ക്വാണ്ടിറ്റി ഇത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ കൊടുക്കണം. നോക്കണം ഇത് തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. ഇനി അടുത്ത് SG CGST നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം SGST കൊടുത്തു. അതിനുശേഷം CGST സെലക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അത് രണ്ടും കൊടുത്തു. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ സേവ് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ സേവ് ചെയ്തു. ഈ നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം അടുത്ത എന്താണെന്നുള്ളത് തന്നിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ നമ്മൾ സെയിലാണ് ചെയ്യാൻ പോകുന്നത്. ന്യൂ സ്റ്റാർ കമ്പനിയുമായിട്ടുള്ള ഒരു ക്യാഷ് സെയിൽസ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ന്യൂ സ്റ്റാർ കമ്പനിയുമായിട്ടുള്ളൊരു ക്യാഷ് സെയിൽസ് നമുക്ക് ചെയ്യാം. തന്നിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അയൺ ബോക്സ്, CFL ലാമ്പ്, വാഷിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ, ഫ്രിഡ്ജ്, TV ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റിയും റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ടൊരു സെയിൽ എടുക്കുക. സെയിലെടുത്ത് F8 അടിച്ച് സെയിലെടുത്ത ശേഷം നമുക്ക് തന്നിട്ടുള്ള ബിൽ നമ്പർ, ഇത് നമുക്ക് ബിൽ നമ്പർ തന്നിട്ടില്ല. അപ്പം നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നു. നേരെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. Alt+C അടിച്ചിട്ട് നമുക്ക് ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ക്യാഷിനാണ് നമുക്ക് സെയിൽ ചെയ്യാൻ തന്നിട്ടുള്ളത്. സാധാരണ നമുക്ക് ക്യാഷ് സെയിൽസ് കൊടുത്താൽ മതി ഇവിടെ, അതായത് ക്യാഷ് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നമുക്ക് GST വർക്കാവില്ല. പാർട്ടി കൊടുത്താൽ മാത്രമേ നമുക്ക് GST വർക്കാവുള്ളൂ. അപ്പോൾ ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു. ഓക്കെ. ന്യൂ സ്റ്റാർ കമ്പനി നമ്മൾ കൊടുത്തു. അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് വരുന്നത്. സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുക. ഇന്ത്യ കേരള ഒക്കെ സെലക്ട് ചെയ്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് നേരെ വരിക. ഓക്കെ. അതങ്ങനെ വന്ന ശേഷം നമുക്ക് സെയിൽസിലടിച്ചിട്ട് നമ്മളടുത്ത് സെയിൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോ ഐറ്റംസും കൊടുക്കുക. എന്തൊക്കെ ഐറ്റംസാണ്. ഫസ്റ്റ് അയൺ ബോക്സ് ആണ് തന്നിട്ടുള്ളത്. അയൺ ബോക്സ് കൊടുക്കുന്നു.
ക്വാണ്ടിറ്റി നമ്മൾ 10 കൊടുക്കുക. റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് 1500 തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് CFL ലാമ്പാണ്. ഓക്കെ, ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ളത് 30. റേറ്റ് തന്നിട്ടുള്ളത് 180. CFL ലാമ്പിൻ്റെ റേറ്റ് 180 തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വാഷിംഗ് മെഷീനാണ്. നമുക്ക് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി 4. റേറ്റ് 8000 തന്നിട്ടുള്ളത്. അതും കഴിഞ്ഞ ശേഷം ഇനി അടുത്തായിട്ട് നമുക്ക് കൊടുക്കാം കമ്പ്യൂട്ടർ ഐറ്റം അല്ലേ. കമ്പ്യൂട്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുള്ളത് 15. റേറ്റ് തന്നിട്ടുള്ളത് 13000 തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് നമുക്ക് അടുത്തായിട്ട് കൊടുക്കാം ഫ്രിഡ്ജ് അല്ലേ. ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കൊടുക്കുന്നു. ഫ്രിഡ്ജ് നമുക്ക് 6 നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. നമുക്ക് 20000 അതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, 20000 കൊടുത്തു. 20000 കൊടുത്ത ശേഷം ഞാൻ എൻ്റർ ചെയ്യുന്നു. അടുത്ത് TV നമുക്ക് നോക്കാം. TV അപ്പോൾ TV എന്ന് പറയുന്ന ഐറ്റം നമ്മൾ 15 നമ്മുടെ ക്വാണ്ടിറ്റി. റേറ്റ് 4000 തന്നിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ ക്വാണ്ടിറ്റി റേറ്റൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്ത ശേഷം SGST CGST ഇവിടെ സെലക്ട് ചെയ്യാൻ മറക്കരുത്. SGST മറ്റൊന്ന് CGST ഈ രണ്ടും നമ്മൾ കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുക. രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവും. നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് നമുക്കിവിടെ ബിൽ നമ്പർ തന്നിട്ടില്ല. അപ്പോൾ നേരെ അതിലുള്ള ഓൾറെഡി ഉള്ള ബിൽ നമ്പർ തന്നെ നമ്മൾ തൽക്കാലം സേവ് ചെയ്യണം. പക്ഷേ ഇതൊരു ക്യാഷ് സെയിൽസും കൂടി ആയതുകൊണ്ട് ക്യാഷ് നമുക്ക് കിട്ടുന്നതായിട്ട് അപ്പോൾ തന്നെ നമ്മൾ റെസിപ്റ്റ് പോയിട്ട് കാണിക്കാം. ക്രെഡിറ്റ് ആയിട്ട് ന്യൂ സ്റ്റാർ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് എന്ന് പറയേണ്ടത് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് 5470 072. ഓക്കെ, നേരെ അഗെയിൻസ്റ്റ് റെഫറൻസ് അടിച്ചിട്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എമൗണ്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, റെസിപ്റ്റ് എടുക്കുന്നു. റെസിപ്റ്റിൽ നമ്മൾ ന്യൂ സ്റ്റാർ കൊടുത്തു. ന്യൂ സ്റ്റാർ സെലക്ട് ചെയ്തിട്ട് 5470 പിന്നെ 72 ഇത്രയേ ഉള്ളൂ എമൗണ്ട് നമ്മൾ കൊടുത്ത് കൂടിപ്പോയി നേരത്തെ. നേരെ എൻ്റർ ചെയ്യുന്നു. നേരെ ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക. ഡെബിറ്റ് ക്യാഷ് കൊടുത്തിട്ട് നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ക്യാഷ് സെയിൽസ് കഴിഞ്ഞു. അതിൻ്റെ കംപ്ലീറ്റ് ബില്ല് നമ്മൾ അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി ചെക്ക് ഇഷ്യൂഡ് ടു ബ്രിഡ്കോ കമ്പനിയുമായിട്ട് നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തിരുന്നു. അതിൻ്റെ ബില്ല് പേ ചെയ്യണം ഇവിടെ 117 അല്ലേ. 20000 എമൗണ്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് ചെയ്യേണ്ടത് ചെക്ക് ഇഷ്യൂഡ് ചെക്ക് ഇഷ്യൂഡ് അറിയുമ്പോൾ നമ്മൾ നേരെ പേയ്മെൻറ്റ് പോയിട്ട് ഡെബിറ്റ് ബ്രിഡ്കോ. ഓക്കെ, ബ്രിഡ്കോ കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ബ്രിഡ്കോ കമ്പനി നമ്മൾ 20000 നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത്. എമൗണ്ട് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു. അഗെയിൻസ്റ്റ് റെഫറൻസ് 117 സെലക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് ആയിട്ട് ചെക്കാണ്. അതുകൊണ്ട് നമുക്ക് ഏതാണ് ബാങ്ക് എന്നുണ്ടെങ്കിൽ അത് ബാങ്ക് കൊടുക്കുക. കനറ ബാങ്ക് ആയിരുന്നു നമ്മുടെ ബാങ്ക്. നേരെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ചെക്ക് നേരെ പേയ്മെൻറ്റ് ചെയ്തു. ഇനി അടുത്ത് വീണ്ടും ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തായിട്ട് തന്നിട്ട്. ചെക്ക് ഇഷ്യൂഡ് ടു സോണിക് കമ്പനി. നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്ത് 118 പർച്ചേസ് ചെയ്തതിൻ്റെ എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ പേയ്മെൻറ്റ് തന്നെയാണ് വരിക. സോണിക് കമ്പനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സെലക്ട് ചെയ്യുക. എത്രയാണ് അതിന് എമൗണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ബില്ലുള്ള എമൗണ്ട് കംപ്ലീറ്റ് സെറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണിക്കുന്ന എമൗണ്ട് തന്നെയാണ്. കാരണം ഒരു പർച്ചേസ് തന്നെ അവരുമായിട്ട് നമ്മൾ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഫുള്ള് നമ്മൾ സെറ്റിൽ ചെയ്യുക. ആ താഴെ കാണിക്കുന്ന എമൗണ്ട് ഫുള്ള് കൊടുത്തിട്ട് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഇതാണ് കനറ ബാങ്ക്. അതല്ല, ചെക്കായിട്ട് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. കനറ ബാങ്കിനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ദി ഫേം പർച്ചേസ്. അതായത് നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു ന്യൂ കമ്പ്യൂട്ടർ. പുതിയൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യണം 20000 രൂപയ്ക്ക് ഫ്രം സൺസെറ്റ് കമ്പനിയിൽ നിന്നുമായിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ആൻഡ് ദേ ടുക്ക് ഓൾഡ് കമ്പ്യൂട്ടർ. നമ്മളെ കയ്യിലുള്ള പഴയ കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ആ സെയിൽ ചെയ്യുന്നത് അതായത് നമുക്ക് എക്സ്ചേഞ്ച് ആണെന്ന് അർത്ഥം. അതായത് പഴയ കമ്പ്യൂട്ടർ കൊടുത്തിട്ട് നമ്മൾ പുതിയ കമ്പ്യൂട്ടർ വാങ്ങുകയാണ്. അപ്പോൾ പഴയ കമ്പ്യൂട്ടർ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് റേറ്റ് അവിടെ പോകണു. നമ്മൾ പകരം അതിൽ കൂടുതലുള്ള പിന്നെ ന്യൂ കമ്പ്യൂട്ടറിൻ്റെ റേറ്റാണെന്ന് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കുക. ഇത് നമുക്കൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്, കടത്തിൻ്റെ ട്രാൻസാക്ഷൻ. നമ്മൾ നേരെ പേയ്മെൻറ്റ് പോയിട്ടാണ് ചെയ്യേണ്ടത്. പേയ്മെൻ്റ് അല്ല, ജേണലിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെബിറ്റായിട്ട് നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഓൾട്ട് സി അടിച്ചിട്ട് ന്യൂ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ കമ്പ്യൂട്ടറിൻ്റെ അണ്ടർ നമ്മൾ വരിക ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, എമൗണ്ട് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് 20000 നമ്മൾ തന്നിട്ടുള്ളത്. ഇപ്പോൾ 20000 ഞാൻ കാണിച്ചു.
ഇനി ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഓൾഡ് കമ്പ്യൂട്ടർ, പഴയ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, സാധാരണ കമ്പ്യൂട്ടറിനും കൊടുത്തിട്ടുള്ള ഈ കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തിട്ട് ആ പഴയ കമ്പ്യൂട്ടർ നമ്മൾ വിൽക്കുമ്പോൾ 7000 രൂപ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ 14000 രൂപേൻ്റെ ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു, ഇപ്പോൾ നമ്മൾ 7000 രൂപക്കാണ് അത് വിൽക്കുന്നത്. പക്ഷേ അപ്പോൾ ബാക്കി 7000 നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതും കൂടി നമുക്ക് കാണിക്കണം. പിന്നെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ സൺസെറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സൺസെറ്റ് അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, എൻ്റർ ചെയ്തിട്ട് നേരെ ഓൺ അക്കൗണ്ട് കൊടുത്ത ശേഷം നേരെ സേവ് ചെയ്യുക. ഇനി നേരെ ജേണലിൽ തന്നെ നമ്മൾ വന്നിട്ട് അതിൻ്റെ ലോസ് കാണിക്കണം. അപ്പോൾ ലോസ് Alt C അടിച്ച് നമ്മൾ ലോസ് ഓൺ കമ്പ്യൂട്ടർ സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഒരു ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് കാണിക്കണം എന്നുള്ളത്. ഇനി നമുക്കിവിടെ കൊടുക്കാം, ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ കൊടുക്കാം, 7000 ആണ് അതിൻ്റെ നഷ്ടം. ഇനി പഴയ കമ്പ്യൂട്ടർ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ പഴയ കമ്പ്യൂട്ടർ നമുക്ക് 0 ബാലൻസ് വരും. ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റിൽ ആയിട്ടുണ്ട്. നേരെ എൻ്റർ ചെയ്യുക. അപ്പോൾ പഴയ കമ്പ്യൂട്ടറിൻ്റെ നഷ്ടം കൂടി നമ്മൾ കാണിച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ് വരുന്നത്. ഒന്ന് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 500, മറ്റൊന്ന് ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 5%, അതുപോലെ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 10%. അപ്പോൾ ഇത് നമുക്ക് ജേണലിലാണ് കാണിക്കേണ്ടത്. ആദ്യം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയെ കാണിക്കാം. അപ്പോൾ നമ്മൾ ജേണലിൽ വന്നിട്ട് ഡെബിറ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരുമ്പോൾ അതിൻ്റെ എൻട്രി വരുന്നത് ഡെബിറ്റ് എക്സ്പെൻസിനാണ് കൊടുക്കുക. എക്സ്പെൻസ് കാരണം നമുക്ക് സാലറിയാണ്. അപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാലറി നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് എമൗണ്ട് കൊടുക്കേണ്ടത് 5000 ആണ്. ഇനി ക്രെഡിറ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് നോക്കാം ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഓൾറെഡി ഇവിടെ ഉണ്ട്. സെലക്ട് ചെയ്താൽ മാത്രം മതി. എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി മാത്രം നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യം എന്തായിരുന്നു, ഡിപ്രീസിയേഷൻ ബിൽഡിംഗ് 5% അല്ലേ. ബിൽഡിങ്ങിൻ്റെ 5% നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിംഗ് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ ബിൽഡിംഗ് നമ്മൾ വാങ്ങിച്ച റേറ്റ് നമുക്ക് നോക്കാം. ബിൽഡിംഗ് 20 ലക്ഷത്തിൻ്റെ ബിൽഡിംഗ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 5% നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പോൾ അതിന് 5% എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര വരും, ജസ്റ്റ് 5 lakh വരും. അപ്പം ജസ്റ്റ് നമുക്ക് നോക്കാം, 20,000 × 5/100 ഏകദേശം 1 lakh വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 1 lakh നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 1 lakh നമുക്ക് എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ഡെബിറ്റ് ആയിട്ട് Alt C അടിച്ച് നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഡിപ്രീസിയേഷൻ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം നമുക്കവിടെ 1 lakh എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ബിൽഡിംഗ് സെലക്ട് ചെയ്യുക. ബിൽഡിങ്ങിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, 1 lakh അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് പോയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇനി അടുത്ത എൻട്രി നമുക്ക് നോക്കാം എന്തായിരുന്നല്ലോ. അവസാനത്തെ എൻട്രി ആയിരുന്നു ഇനി നമുക്കുള്ളത് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 10%. നമുക്ക് ഫർണിച്ചർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാം. ഫർണിച്ചർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് 10,000-നാണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 1,000 ആണ് വരിക. ഓക്കെ, അപ്പോൾ 1,000 നമുക്ക് അത് ചെയ്ത് നോക്കാം. 1,000 എങ്ങനെയാണ് ചെയ്യുക, ഡെബിറ്റായിട്ട് നമ്മൾ ഡിപ്രീസിയേഷനെ കാണിക്കുന്നു. ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുക്കേണ്ടത് 1,000 ആണ് കൊടുക്കേണ്ടത്. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഫർണിച്ചറിനെയാണ്. അപ്പോൾ ഫർണിച്ചർ കൊടുത്തിട്ട് നേരെ എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്ത ശേഷം നേരെ സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്ത് നമ്മുടെ സ്കൈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന വർക്കിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ആൻസറായിട്ട് ഇതിൽ വരുന്ന നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസ് വരുന്നത് 11,938.57 ആണ്. അതുപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസ് ഷീറ്റൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, നിങ്ങൾ കറക്റ്റ് തന്നെയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസർ എന്നുള്ളത്. പിന്നെ നമുക്കുള്ളത് GST ആണ്. GSTയുടെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഫയൽ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ നമുക്ക് റിട്ടേൺ ഫയലും കാര്യങ്ങളൊന്നും ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ നമുക്ക് GSTയുടെ സൈറ്റൊക്കെ കയറിയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.